സക്സസ് ഫയലിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. ഇത് 2022 നടന്ന പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ, ആംഡ് പോലീസ് SI എന്നീ തസ്തികകളിലേക്കൊക്കെ ആയിട്ട് നടന്ന പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. പിന്നെ വരുന്ന CPO, WCPO പരീക്ഷയ്ക്ക് പോകുന്നവർ ഈ ചോദ്യപേപ്പറും കൂടി തീർച്ചയായിട്ടും പഠിച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാര്യത്തിൽ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. പ്രസ്താവനകൾ തന്നിരിക്കുന്നത് 1950 ഒന്നാം പദ്ധതി ആരംഭിച്ചു എന്ന് പറയുന്നു. ഒന്നാം പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു. ലക്ഷ്യം കാർഷിക പുരോഗതി. സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു എന്നും പറയുന്നു. ഇതിലെ തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ്. 1ഉം 4ഉമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. 1 തെറ്റിപ്പോകാൻ കാരണം എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം എന്ന് പറയുന്നത് 1951 അതുപോലെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെ ഇന്ത്യയിലെ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചു എന്ന് പറയുന്നു. ഇന്ത്യയിലെ ഉരുക്ക് നിർമ്മാണശാലകൾ ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഉരുക്ക് നിർമ്മാണശാലകൾ സ്ഥാപിച്ചത്. 1ാം പഞ്ചവത്സര പദ്ധതിയുടെ ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ ആയിരുന്നു. ലക്ഷ്യം കാർഷിക പുരോഗതി. അടുത്ത ചോദ്യം ഇത് ഡിലീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം എത്രയാണ്? 140 ആണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം 140. അടുത്ത ചോദ്യം, 1571 മുതൽ 1585 വരെ മുഗളന്മാരുടെ തലസ്ഥാനം. 1571 മുതൽ 85 വരെ മുഗളന്മാരുടെ തലസ്ഥാനമായിരുന്നത് ഓപ്ഷൻ B ആണ് ഉത്തരം. ഫത്തേപൂർ സിക്രി ആണ്. ഫത്തേപൂർ സിക്രി. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഏത് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്? പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് എന്നത് ഏത് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്? ഓപ്ഷൻ D ആണ് ഉത്തരം. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. പെറ്റീഷൻ ഓഫ് റൈറ്റ്സ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 565 ആണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. 565. ഭാരതം എന്ന പേർക്കാട്ടാൽ അഭിമാനപൂരിതമാകണമെന്നരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ വരികൾ വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? ഈ വരികൾ ആരുടേതാണ്? വള്ളത്തോളിൻ്റെതാണ്. വള്ളത്തോളിന്റെ ഏത് കവിതയിൽ നിന്നുമുള്ളതാണ്? ഓപ്ഷൻ C ആണ് ഉത്തരം. ദിവാസ്വപ്നം. ദിവാസ്വപ്നം എന്ന കവിതയിൽ നിന്നുമുള്ളതാണ് ഈ വരികൾ. ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണമെന്നരംഗം. കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. വള്ളത്തോളിന്റെ കവിതയുടെ പേര് ദിവാസ്വപ്നം. അടുത്ത ചോദ്യം, ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം. കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. മഞ്ഞ. ഭൂപടങ്ങളിൽ കൃഷിസ്ഥലങ്ങൾ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാത നാഷണൽ വാട്ടർ വേ 1 ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നാഷണൽ വാട്ടർവേസ് 1 സ്ഥിതി ചെയ്യുന്നത് ഗംഗ നദിയിലാണ്. ഇത് ഹാൽഡിയെയും അലഹബാദിനെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ് ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? കൽക്കരി ഉണ്ട്, പെട്രോളിയം, പ്രകൃതിവാതകം, സൗരോർജം. ഓപ്ഷൻ D ആണ്. സൗരോർജമാണ്. പുനഃസ്ഥാപിക്കാൻ ശേഷിയുള്ളതും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതി സൗഹാർദ്ദവുമായ ഊർജ സ്രോതസ്സാണ് സൗരോർജം. അടുത്തത് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10ാമത്തെ ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. ഗ്രാൻഡ് ബാങ്ക്സ് എവിടുത്തെ മത്സ്യബന്ധന കേന്ദ്രമാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് ഗ്രാൻഡ് ബാങ്ക്സ്. യാസ് എന്ന ഉഷ്ണമേഖല ചക്രവാതത്തിന് ആ പേര് നൽകിയ രാജ്യം.
യാസ് എന്ന ഉഷ്ണമേഖലാ ചക്രവാതത്തിന് ആ പേര് നൽകിയതാരാണ്? ഒമാനാണ്. ഒമാൻ. ഇന്ത്യയുടെ GST കൗൺസിലുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻസ് പ്രസ്താവനകൾ തന്നിരിക്കുന്നത്: ഒരു കേന്ദ്രമന്ത്രി ഉൾപ്പെടെ 32 അംഗങ്ങളുണ്ട്, 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളുണ്ട്, 3 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 34 അംഗങ്ങളുണ്ട്, 4 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 35 അംഗങ്ങളുണ്ട്. അപ്പോൾ GST കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത്. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങളാണ് ഉള്ളത്. 2 കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെ 33 അംഗങ്ങൾ. അടുത്തത്, ജലവിതരണം ഇന്ത്യയിൽ സമ്പദ് വ്യവസ്ഥയുടെ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ജലവിതരണം ഏത് സാമ്പത്തിക മേഖലയിലാണ് ഉൾപ്പെടുന്നത്? ദ്വിതീയ മേഖലയിലാണ് ജലവിതരണം ഉൾപ്പെടുന്നത്. ദ്വിതീയ മേഖല. ഇന്ത്യയിൽ ഏത് പഞ്ചവത്സര പദ്ധതിയാണ് സാമ്പത്തിക വളർച്ചയിൽ മനുഷ്യ മൂലധനത്തിന്റെ ഹ്യൂമൻ ക്യാപിറ്റൽ പങ്ക് തിരിച്ചറിഞ്ഞത്? മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത് ഏത് പഞ്ചവത്സര പദ്ധതിയാണ്? 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ്. 7ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് മനുഷ്യ മൂലധനത്തിന്റെ പങ്ക് തിരിച്ചറിഞ്ഞത്. അടുത്ത ചോദ്യം, റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് RIDF നിയന്ത്രിക്കുന്നത് ഏത് ബാങ്കാണ്? റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഫണ്ട് RIDF നിയന്ത്രിക്കുന്നത് നബാർഡാണ്. നബാർഡ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് അടിസ്ഥാന സൗകര്യങ്ങളാണ് ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത്? ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഗ്രാമീണ സ്കൂളുകളാണ്. ഗ്രാമീണ സ്കൂളുകൾ. ഭാരത് നിർമ്മാൺ പദ്ധതിയിൽ ഉൾപ്പെടാത്തത് ഗ്രാമീണ സ്കൂളുകളാണ്. ഭാരത് നിർമ്മാൺ പദ്ധതിയുടെ ഉദ്ദേശം എന്നത് ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ്. ഗ്രാമപ്രദേശങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനം. അടുത്ത ചോദ്യം, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന ആശയം ലക്ഷ്യമാക്കിയ ആദ്യത്തെ ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയാണ് 11th പ്ലാൻ. 11ാമത്തെ പഞ്ചവത്സര പദ്ധതി. അടുത്ത ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തത്. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചത്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നത് 1946 ഡിസംബർ 9. 1946 ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷൻ ആരായിരുന്നു? അധ്യക്ഷൻ സുകുമാർ സെൻ ആണ്. സുകുമാർ സെൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ അധ്യക്ഷനായിരുന്നത് സുകുമാർ സെൻ. രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് ആരാണ്? രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ്. സംസ്ഥാന നിയമസഭാ അംഗങ്ങളാണ് രാജ്യസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആരാണ്? ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമണിയാണ്. ആർ വെങ്കട്ടരമണി ഇപ്പോഴത്തെ അറ്റോർണി ജനറൽ. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണ് ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്?
ആർട്ടിക്കിൾ 280 ആണ്. ഭരണഘടനയിലെ ഏത് അനുച്ഛേദം അനുസരിച്ചാണോ ഇന്ത്യൻ പ്രസിഡന്റ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്? ആർട്ടിക്കിൾ 280. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? പ്രസ്താവനകൾ നോക്കാം. ആദ്യത്തെ പ്രസ്താവന, നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. ഒരു ക്ഷേമ രാഷ്ട്രത്തെ ലക്ഷ്യം വെക്കുന്നു. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് ഉൾക്കൊണ്ടത്. നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ്. ഇതിൽ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 4 ആണ്. നാലാമത്തെ പറഞ്ഞിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖേന നേടിയെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. നിർദ്ദേശക തത്വങ്ങൾ കോടതി മുഖേന നേടിയെടുക്കാൻ കഴിയുകയില്ല. ശരിയായിട്ടുള്ളതൊന്ന് നോക്കാം. നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയുടെ ഭാഗം 4 ഉൾപ്പെടുന്നു. ഒരു ക്ഷേമ രാഷ്ട്രത്തെയാണ് നിർദ്ദേശക തത്വങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊണ്ടത്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊണ്ടത് ഏത് രാജ്യത്തിൻ്റെ ഭരണഘടനയിൽ നിന്നുമാണ് എന്ന് ചോദിച്ചാൽ ഐറിഷ് ഭരണഘടനയിൽ നിന്നുമാണ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുത് എന്ന് വ്യവസ്ഥ ചെയ്ത പദ്ധതി ഏതാണ്? 91-ാമത്തെയാണ്. 91-ാമത്തെ ഭേദഗതിയാണ്. 91-ാമത്തെ ഭേദഗതി. പ്രധാനമന്ത്രി ഉൾപ്പെട്ട മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം മൊത്തം അംഗങ്ങളുടെ 15% അധികമാകരുത് എന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി 91-ാം ഭേദഗതി. 73-ാം ഭരണ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിൽ കൂട്ടിച്ചേർത്തു? ഏത് ഭേദഗതി പ്രകാരം? 73-ാമത്തെ ഭരണ ഭേദഗതി പ്രകാരം സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെടെ 29 വിഷയങ്ങൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ് കൂട്ടിച്ചേർത്തത്? 11-ാമത്തെ പട്ടികയിലാണ്. 11-ാമത്തെ പട്ടിക. ഇന്ത്യൻ ഭരണഘടനയുടെ 51A എത്ര മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നു? മൗലിക കടമകൾ എത്രയാണ്? 11 മൗലിക കടമകളാണ്. ഏത് അനുച്ഛേദമാണ്? 51A ആണ്. 51A. എത്ര മൗലിക കടമകളാണ്? 11 മൗലിക കടമകൾ. അടുത്ത ചോദ്യം, സംസ്ഥാന പോലീസ് മേധാവി ആര്? സംസ്ഥാന പോലീസ് മേധാവി ഇപ്പോഴത്തെ ആരാണ്? ഷേഖ് ദർവേഷ് സാഹിബാണ്. ഷേഖ് ദർവേഷ് സാഹിബ്. അടുത്ത ചോദ്യം, ഏത് ആക്ട് പ്രകാരമാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത്? കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപീകരിച്ചത് ഏത് ആക്ട് പ്രകാരമാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ദിവസവേതനം കേരളത്തിൽ ഇപ്പോൾ 333 രൂപയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഹരിയാനയിലാണ്. ഹരിയാനയിൽ എത്ര രൂപയാണ്? 357 രൂപയാണ് ഹരിയാനയിൽ. ഏറ്റവും കുറവ് ലഭിക്കുന്നത് മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവയിലാണ്. മധ്യപ്രദേശിനും ഛത്തീസ്ഗഡിനും അവിടെ 211 രൂപയാണ് ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം രൂപീകൃതമായത് 2008 28-ാം നമ്പർ ആക്ട് പ്രകാരമാണ്. 2008 28-ാം നമ്പർ ആക്ട് പ്രകാരം. വൃക്കകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏട്രിയൽ നാട്രിയൂററ്റിക് ഫാക്ടർ റിനിൽ ആൻജിയോ
ടെൻസിൽ സംവിധാനത്തിൻ്റെ പരിശോധന സംവിധാനമായി പ്രവർത്തിക്കുന്നു? ആൻജിയോടെൻസിൽ ഗ്ലോമറുലസിലെ രക്തസമ്മർദ്ദം കൂട്ടുന്നു. ഹെൻലി വലയത്തിൻ്റെ അവരോഹണാംഗം ഇലക്ട്രോലൈറ്റുകളെ യഥേഷ്ടം കടത്തിവിടുകയും ജലത്തെ കടത്തിവിടാതിരിക്കുകയും ചെയ്യുന്നു. ബോമാൻസ് ക്യാപ്സൂളും ഗ്ലോമറുലസും കൂടി ഉൾപ്പെട്ടതാണ് മാൽപീജിയൻ ബോഡി. വൃക്കകളുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1, 2, 4 എന്നിവ ശരിയാണ്. 1, 2, 4 എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ജീവകങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. റെറ്റിനോൾ ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ. റെറ്റിനോൾ ആൻറ്റി സിറോഫ്താൽമിക് വിറ്റാമിൻ. നിയാസിൻ ആൻറ്റി പെല്ലഗ്ര വിറ്റാമിൻ. ടോക്കോഫെറോൾ ആൻറ്റി സ്റ്റെറിലിറ്റി വിറ്റാമിൻ. ഫില്ലോക്കിനോൺ ആൻറ്റി ഹെമറേജ് വിറ്റാമിൻ. അടുത്ത ചോദ്യം, മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യ രാജ്യം. മൾട്ടി മോഡൽ ബ്രെയിൻ ഇമേജിംഗ് ഡാറ്റ ആൻഡ് അനലിറ്റിക്സ് വികസിപ്പിച്ചെടുത്ത ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇന്ത്യ. 1ഉം 2ഉം ലിസ്റ്റിലെ പേരുകൾ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഉത്തരം. പകർച്ചപ്പനി ഇൻഫ്ലുവൻസ വൈറസ്. പകർച്ചപ്പനി ഇൻഫ്ലുവൻസ വൈറസ്. വസൂരി വേരിയോള വൈറസ്. മുണ്ടിനീര് മംസ് വൈറസ്. സിഫിലിസ് ട്രിപ്പോണിമ പാലിഡം. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ തിരഞ്ഞെടുക്കുക. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികൾ. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1ഉം 3ഉം മാത്രമാണ്. സ്നേഹപൂർവം, സ്നേഹസാന്ത്വനം എന്നിവ. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ കുട്ടികൾക്ക് വേണ്ടി നടപ്പാക്കുന്ന പദ്ധതികളാണ് സ്നേഹപൂർവം, സ്നേഹസാന്ത്വനം. സ്നേഹസ്പർശം എന്നത് അവിവാഹിതരായ അമ്മമാർക്ക് സംരക്ഷിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സ്നേഹസ്പർശം. സ്നേഹസ്പർശം എന്നത് അവിവാഹിതരായ അമ്മമാരെ സംരക്ഷിക്കുന്നതിനായിട്ട് കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി. 2020-21 വർഷത്തിലെ അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം മധ്യപ്രദേശാണ്. അനീമിയ മുക്ത് ഭാരത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, ഒരു വസ്തുവിൻ്റെ നീളത്തിൻ്റെ യഥാർത്ഥ അളവ് 5.75 സെൻറ്റിമീറ്റർ ആണ്. ഒരാൾ 2 വ്യത്യസ്ത അളവ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് അളന്നപ്പോൾ കിട്ടിയ അളവുകൾ യഥാക്രമം 5.6 സെൻറ്റിമീറ്ററും 5.55 സെൻറ്റിമീറ്ററുമാണ്. ഏത് അളവിനാണ് കൂടുതൽ സൂക്ഷ്മത? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5.55 സെൻറ്റിമീറ്റർ ആണ്. താഴെ തന്നിരിക്കുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഏത്? നീളത്തിൻ്റെ യൂണിറ്റ് അല്ലാത്തത് ഓപ്ഷൻ സി ആണ്. ചന്ദ്രശേഖർ പരിധിയാണ്. ചന്ദ്രശേഖർ പരിധി. സ്ഥിരതയുള്ള ഒരു വെളുത്ത കുള്ളൻ നക്ഷത്രത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ പിണ്ഡം ചന്ദ്രശേഖർ പരിധി എന്ന് അറിയപ്പെടുന്നു. ചന്ദ്രശേഖർ പരിധി എന്നത് സ്ഥിരതയുള്ള ഒരു വെളുത്ത കുള്ളൻ നക്ഷത്രത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ പിണ്ഡം, അതാണ് ചന്ദ്രശേഖർ പരിധി എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം. ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രന്റെ ആകെ ഊർജം നെഗറ്റീവ്. സുക്കുറോ മനാബെയ്ക്ക് ഈ വർഷത്തെ ഫിസിക്സ് നോബൽ പ്രൈസ് ലഭിച്ച മേഖല ആഗോള താപനമാണ്. സുക്കുറോ മനാബെയ്ക്ക് 2021 നോബൽ പ്രൈസ് ലഭിച്ച മേഖല ആഗോള താപനം. താഴെ കൊടുത്തിരിക്കുന്നത് വായിച്ച് ശരിയല്ലാത്തത് തിരഞ്ഞെടുക്കുക.
STPയിൽ 11.2 ലിറ്റർ ഹൈഡ്രജൻ തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന മോൾ 0.5 ആണ്. അക്കോറീജിയ ശേഖരിക്കുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന പാത്രം നന്നായി സീൽ ചെയ്യണം. സോഡിയം ക്ലോറൈഡ് ജലത്തിൽ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന ലായനി അമ്ലശീലം കാണിക്കുന്നു. ഒരു ദ്രാവകം വാതകം ആയി കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ എൻട്രോപ്പി കൂടുന്നു. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2, 3 എന്നിവയാണ് ശരി അല്ലാത്തത്. അടുത്ത ചോദ്യം, ആൽക്കലോയിഡുകൾ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകങ്ങൾ എന്നതിന് തെറ്റായ ഓപ്ഷൻ ഏതാണ്? ആൽക്കലോയിഡുകളിൽ കാണപ്പെടാൻ സാധ്യതയുള്ള മൂലകം എന്നതിന് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ബി ആണ് ഉത്തരം. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സോഡിയം. ആവർത്തന പട്ടികയിൽ ഉപലോഹങ്ങൾ താഴെ പറയുന്ന ഏത് ഗ്രൂപ്പുകളിൽ കാണപ്പെടുന്നു? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 2, 3. ഗ്രൂപ്പ് 13, ഗ്രൂപ്പ് 16. ബെഞ്ചമിൻ ലിസ്റ്റ്, ഡേവിഡ് മാക്മില്ലൻ എന്നിവർക്ക് 2021 രസതന്ത്രത്തിന് നോബൽ സമ്മാനം ലഭിച്ചു. ഇവർ യഥാക്രമം ഏത് രാജ്യത്ത് ജനിച്ചവരാണ്? ഓപ്ഷൻ സി ആണ് ജർമ്മനി, സ്കോട്ട്ലാൻഡ്. ബെഞ്ചമിൻ ലിസ്റ്റ് ജർമ്മനി, ഡേവിഡ് മാക്മില്ലൻ സ്കോട്ട്ലാൻഡ്. ചെണ്ട എന്ന വാദ്യോപകരണത്തിന് ചേരാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. ഒരു തുകൽ വാദ്യമാണ്. പഞ്ചവാദ്യത്തിൽപ്പെടുന്നു. പഞ്ചാരി പാണ്ടി മേളകളിലെ പ്രധാന വാദ്യോപകരണം. ഇതിൽ ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 പഞ്ചവാദ്യത്തിൽപ്പെടുന്നു. ചേരാത്ത പ്രസ്താവന ഓപ്ഷൻ 2, ഓപ്ഷൻ സി ഉത്തരം 2 പഞ്ചവാദ്യത്തിൽപ്പെടുന്നു എന്നത്. 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ വെങ്കലം നേടിയ മാനുവൽ ഫെഡറിക്കുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ലോങ് ജമ്പ് എന്ന ഇനത്തിൽ മത്സരിച്ചു. മലയാളിയാണ്. ഹോക്കിയിൽ മെഡൽ നേടി. ഗോവ സംസ്ഥാനക്കാരനാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 2, 3. മലയാളിയാണ്. ഹോക്കിയിൽ മെഡൽ നേടി. 2021 ലോകകപ്പ് T20 ക്രിക്കറ്റ് മത്സര ഫൈനലിൽ ഏറ്റുമുട്ടിയ രാജ്യങ്ങൾ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ശ്രീമതി പി വത്സലയുടെ നെല്ല് നോവലാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. നോവലാണ്. നെല്ല് എന്ന കൃതി ആരുടേതാണ്? പി വത്സലയുടേതാണ്. 2021 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹമായത്. നോവലാണ്. താഴെ പറയുന്നവയിൽ ഏത് സൂചന അല്ലെങ്കിൽ സൂചനകൾക്കാണ് വാഗ്ഭടാനന്തരമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ സി ആണ് ഉത്തരം. 2 സിവിൽ വിവാഹ നിയമ നിർമ്മാണ ബില്ല് പാസ്സാക്കുന്നതിൽ മുൻകൈ എടുത്തു എന്നതാണ് വാഗ്ഭടാനന്തരമായിട്ട് ബന്ധമില്ലാത്തത്. അഭിനവ കേരളം എന്ന പത്രിക ആരംഭിച്ചു. ആരാണ്? വാഗ്ഭടാനന്ദൻ. ശരിയാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചു. വാഗ്ഭടാനന്ദൻ. ശരിയാണ്. അടുത്തത് മാത്സ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നില്ല. അടുത്ത് വരുന്നത് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. The books on the table dash to our teacher. Belong. The books on the table belong to our teacher. He ordered a cake and an eclair. The cake was not good. The cake was not good. Add a suitable question tag. My brother seldom smiles at his classmates. Option B, does he? When Reena reached her friend's home, she was watching TV. Fill in the sentence with a suitable preposition. He walked into his house and found to his surprise that there was water all over the floor. The young man was baffled by the questions of the policeman, which is an apt synonym of the word baffled. Option D, confused. The car blew up after it fell down into the deep pit. Option A ആണ് ഉത്തരം. Exploded. Another word for the phrasal verb blew up, exploded. Fill in the sentence with the correct word. I don't think the authorities will ever dash to the students' demand.
Option B, exceed. ACCEDE. The government has given the district collector carte blanche mean in this sentence? The complete freedom to act. Option C. It is a waste of time to argue with a person who is incapable of being corrected. What can be a one-word substitute for the underlined portion? Incapable of being corrected. Incorrigible. Option B, incorrigible. ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദമാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, ഗുർവി. ഗുരു എന്നതിൻ്റെ എതിർലിംഗ ശബ്ദം ഗുർവി. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിന് ഒറ്റപ്പദം. ചെയ്യാനുള്ള ആഗ്രഹം എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചികീർഷ. താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം ഏത്? താമരപ്പൂവ് എന്നർത്ഥം വരുന്ന പദം നീലാംബുജം. ധനുസ് പ്ലസ് പാണി ചേർത്തെഴുതിയാൽ ധനുഷ് പാണി. ഓപ്ഷൻ ബി, ധനുഷ് പാണി. ഉദ്ധരണം പിരിച്ചെഴുതിയാൽ ഉദ് പ്ലസ് ഹരണം. ഉന്മീലനം എന്നതിൻ്റെ വിപരീത പദം നിമീലനം. ശരിയായ വാക്യം കണ്ടെത്തുക. തുമ്പു കെട്ടിയിട്ട നിന്റെ നീൾമുടി കാണാൻ എന്തൊരഴക്. അഞ്ചാം പത്തി എന്ന ശൈലിയുടെ വിവക്ഷ. ചതിക്കാൻ സഹായിക്കുന്നവൻ. He spoke under his breath എന്നതിൻ്റെ ശരിയായ പരിഭാഷ അവൻ പതുക്കെ പറഞ്ഞു. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നു. ഈ പഴമൊഴിയുടെ അർത്ഥമെന്ത്? രണ്ടും പോകില്ല. ഇനി സ്പെഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമം പ്രകാരം അപക്യമായ തിരിച്ചറിവ് ഏത് പ്രായത്തിനിടയിലാണ്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 7 മുതൽ 12 വരെ. 1860 ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം അപക്യമായ തിരിച്ചറിവ് ഏത് പ്രായത്തിലാണ്? 7 മുതൽ 12 വരെ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിന്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? ഓപ്ഷൻ ബി ആണ്, 376 ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ബലാത്സംഗത്തിന്റെ ശിക്ഷ ഏത് വകുപ്പിലാണ് പറയുന്നത്? 376. ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? ഇന്ത്യൻ ശിക്ഷാ നിയമം 326A വകുപ്പ് എന്തിനെ പ്രതിപാദിക്കുന്നു? ആസിഡ് ആക്രമണം. 326A ആസിഡ് ആക്രമണം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായ വസ്തുത താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ, മരണ ഭീഷണിയുള്ളപ്പോൾ മാത്രം ലഭ്യമാണ്. ബലാത്സംഗ ഭീഷണിയുള്ളപ്പോൾ മാത്രം ലഭ്യമാണ്. യാതൊരു നിയന്ത്രണവുമില്ലാത്ത ലഭ്യമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 99 വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സ്വയരക്ഷാ അവകാശത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള വസ്തുത. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 99 വകുപ്പിൽ പ്രതിപാദിച്ചിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് വിധേയമാണ്. അടുത്ത ചോദ്യം, FIRനെ കുറിച്ച് ക്രിമിനൽ നടപടി ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് ഏത്? FIRനെ കുറിച്ച് ക്രിമിനൽ നടപടി ചട്ടത്തിൽ പ്രതിപാദിക്കുന്ന വകുപ്പ് 154 വകുപ്പ് 154. ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി ഏത്? ക്രിമിനൽ നടപടി ചട്ടപ്രകാരം വാറന്റ് ഇല്ലാതെ ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ കഴിയുന്ന സമയപരിധി 24 മണിക്കൂറാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, 24 മണിക്കൂർ. 87 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, മരണമൊഴി തെളിവായി സ്വീകാര്യമാകുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? മരണമൊഴി തെളിവായി സ്വീകാര്യമാകുന്നത് ആരുടെ മുന്നിൽ പ്രസ്താവിക്കുമ്പോഴാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥൻ, മജിസ്ട്രേറ്റ്, ഡോക്ടർ, ഓൾ ദ എബവ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഓൾ ദ എബവ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ തെളിവു നിയമത്തിലെ
27-ാം വകുപ്പ് എന്തിന് ബാധകമാണ്? ഇന്ത്യൻ തെളിവ് നിയമത്തിലെ 27-ാം വകുപ്പ്. ഓപ്ഷൻ സി ആണ് ഉത്തരം, വസ്തുത കണ്ടെത്തൽ. ഓപ്ഷൻ സി, വസ്തുത കണ്ടെത്തൽ. ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ്? ഓരോ പൗരനും കാര്യക്ഷമമായ പോലീസ് സേവനത്തിനുള്ള അവകാശം ഉറപ്പാക്കുന്ന വകുപ്പ് പോലീസ് നിയമത്തിൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 7 ആണ്. 7. കേരള പോലീസ് നിയമം 8(1) വകുപ്പ് പ്രകാരം പൊതുജനങ്ങൾക്ക് പരാതി നൽകുവാൻ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കാവുന്ന സമയം? ഓപ്ഷൻ ഡി ആണ്, ഏത് സമയത്തും ചെല്ലാം. ഏത് സമയത്തും. അടുത്ത ചോദ്യം, ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് പാലിക്കേണ്ട കാര്യങ്ങൾ പോലീസ് നിയമപ്രകാരം എന്താണ്? ഓപ്ഷൻ എ, മര്യാദയും ഔചിത്യവും. ഓപ്ഷൻ ബി, അവസരോചിതമായ സഹാനുഭൂതിയും. ഓപ്ഷൻ സി, സഭ്യവും മാന്യവുമായ ഭാഷയും. മുകളിൽ പരാമർശിച്ചത് എല്ലാം. എ, ബി ആൻഡ് സി. ഓപ്ഷൻ സി ആണ് ഉത്തരം, മുകളിൽ പരാമർശിച്ചവ എല്ലാം. മര്യാദ, ഔചിത്യം, അവസരോചിതം, സഹാനുഭൂതി, സഭ്യവും മാന്യവുമായ ഭാഷ. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ ഗസറ്റിൽ പരാമർശിച്ചിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിക്കുന്നതിന് NDPS ആക്ടിൽ പറഞ്ഞിട്ടുള്ള പരമാവധി ശിക്ഷ എന്ത്? ഓപ്ഷൻ എ ആണ് ഉത്തരം, 1 വർഷത്തെ കഠിന തടവ്. 1 വർഷത്തെ കഠിന തടവ്. സ്വന്തം ഭൂമിയിൽ മറ്റൊരാളെ NDPS ആക്ട് പ്രകാരം കുറ്റം ചെയ്യാൻ അനുവദിക്കുന്ന വ്യക്തിക്ക് എന്ത് ശിക്ഷ ലഭിക്കാവുന്നത്? ആ കുറ്റത്തിന് ലഭിക്കാവുന്ന ശിക്ഷ. പോക്സോ നിയമപ്രകാരം ലൈംഗിക ചിന്തയോടെ ഒരു കുട്ടിയുടെ ശരീരഭാഗത്തിൽ സ്പർശിക്കുക വഴി ലൈംഗികാതിക്രമം ചെയ്യുന്ന വ്യക്തിക്ക് ലഭിക്കാവുന്ന കുറഞ്ഞ ശിക്ഷ. ഓപ്ഷൻ എ ആണ് ഉത്തരം, 3 വർഷം തടവ്. പോക്സോ ആക്ട് പ്രകാരം ഒരു മുതിർന്ന വ്യക്തിയെ അപമാനപ്പെടുത്തണമെന്ന ദുരുദ്ദേശത്തോടെ അയാൾ ഏതെങ്കിലും കുട്ടിയോട് ലൈംഗികാതിക്രമം ചെയ്തെന്ന കള്ളപ്പരാതി നൽകുന്നയാൾക്ക് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ എന്ത്? ഓപ്ഷൻ സി ആണ് ഉത്തരം, 6 മാസം തടവ്. IT ആക്ട് പ്രകാരം ഒരാളുടെ യൂസർ നെയിം, പാസ്വേഡ് മുതലായവ ചോർത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 3 വർഷത്തെ തടവ്. ഇലക്ട്രോണിക് രൂപത്തിൽ കുട്ടികളെ സംബന്ധിക്കുന്ന അശ്ലീലം പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന വ്യക്തിക്ക് തുടർച്ചയായി കുറ്റക്കാരനാണെന്ന് കാണുകയാണെങ്കിൽ IT ആക്ട് പ്രകാരം ലഭിക്കാവുന്ന പരമാവധി ശിക്ഷ 7 വർഷം തടവും 10 ലക്ഷം പിഴയും. റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 പ്രകാരം 3-ാം കക്ഷിക്ക് പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർമാരിൽ നിന്ന് എന്തെങ്കിലും വിവരത്തിൻ്റെയോ രേഖയെയോ സംബന്ധിച്ച നോട്ടീസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എത്ര ദിവസത്തിനകം അദ്ദേഹത്തിന് നിർദ്ദിഷ്ട വെളിപ്പെടുത്തലിനെതിരെ പരാതി നൽകാം? നോട്ടീസ് ലഭിച്ച് 10 ദിവസത്തിനകം. അവസാനത്തെ ചോദ്യം, റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് 2005 പ്രകാരം സംസ്ഥാന പബ്ലിക് ഇൻഫോർമേഷൻ ഓഫീസർക്ക് ചില സംഗതികളിൽ പ്രാപ്യത നിരസിക്കാനുള്ള അധികാരം നൽകിയിരിക്കുന്ന വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, വകുപ്പ് 9 ആണ്. ഈ ഒരു ചോദ്യത്തോടു കൂടി ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ പഠിച്ചിട്ട് പോകാം. കൂടെ റിലേറ്റഡ് ഫാക്ട്സും കൂടി പഠിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.